മതി നിർത്തിയേക്കാം പറ്റണില്ല. തീറ്റയുടെ കാര്യങ്ങളും പശുക്കൾക്ക് വയറിന് അസുഖം പിന്നെ അവിടെ വീക്കം ഭയങ്കര ബുദ്ധിമുട്ടുകളായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ കറക്റ്റ് ആയിട്ട് നടക്കുമ്പോ അവിടെ വീക്കം കുറഞ്ഞു, പശുവിന് വയറേറെ അസുഖങ്ങളില്ല. ചാണാണെങ്കിൽ നല്ല കുട്ടികളുടെ ചാണം പോലും ഇപ്പൊ പോണത്. മറ്റൊന്നും നോക്കിയാലും ലൂസായിട്ട് ആകതാവും. പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് പശു ഫാം നിർത്താൻ പോയ ഒരു വീട്ടമ്മയാണ് ഈ കാണുന്നത്. നമ്മുടെ ഓമനാന്റിയാണ്. നമ്മുടെ തൃശ്ശൂര് വിയൂരിനടുത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഒരു 28 വർഷമായിട്ട് പുള്ളിക്കാരി പശുവിനെ വളർത്തുന്നു അല്ലേ ആന്റി? 28. അപ്പൊ കഴിഞ്ഞ സമയത്ത് ഒരു 6 മാസം മുമ്പായിട്ട് ഈ ഒരു ഫാം ഒക്കെ നിർത്തേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. മരുന്നും മെഡിസിനൊക്കെ ആവുമ്പോ ഞങ്ങൾക്ക് അതുകൊണ്ട് ലാഭമില്ല, കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഇരുന്ന അവസ്ഥയില് പുള്ളിക്കാരിയുടെ മോൻ അല്ലെ റോണി ചേട്ടൻ നമ്മുടെ തന്നെ വീഡിയോ ആണ് കേട്ടോ. നമ്മള് വയനാട്ടിലെ കുറെ വീഡിയോ ആണ്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ട്രൂമീൽ TMR ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. നമ്മുടെ തൃശ്ശൂര് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ അവിടുന്ന് അമ്മ ഇത് ലാസ്റ്റ് ആയിട്ടൊന്ന് പരീക്ഷിക്കുക അല്ലെ? ലാസ്റ്റ് ആയിട്ടൊന്ന് നോക്കാം. ഇതോടെ രക്ഷപ്പെട്ടില്ലെന്നെങ്കിൽ നിർത്തിക്കും. വേണ്ട പിന്നത്. കാരണം പറഞ്ഞാ വയറ് അസുഖങ്ങളില്ല. എന്നിട്ട് പുള്ളിക്കാരി അത് കൊടുത്തു അല്ലെ? അപ്പൊ അതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് നേരത്തെ കൊടുത്തോണ്ടിരുന്നത്? പല്ലറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പല്ലറ്റുകള്, പിന്നെ ചോളാത്തവിട്, പുല്ല്, എള്ളുമണ്ണാക്ക്, എല്ലാതും എല്ലാ സാധനവും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സാധനം മാത്രം ഇത് കൊടുത്തേ. ഇതിപ്പം കൊടുക്കുന്ന ഇതിന്റെ കൂടുതൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒന്നും കൊടുക്കുന്നില്ല, ഒന്നുമില്ല. നമുക്കറിയാലോ TMR കൊടുക്കുക. ഈ ട്രൂമിലിന് TMR കൊടുക്കണം നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സാധനം കടലമാവോ ഈ പിണ്ണാക്കോ അല്ല അങ്ങനെയുള്ള പെല്ലറ്റോ ഒന്നും വേണ്ട. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ. അപ്പൊ കഴിഞ്ഞ ഒരു 4-5 മാസം ഇത് മാത്രമല്ല, 3 മാസത്തിന് ശേഷം ഇത് മാത്രമാണ് ഇപ്പൊ ഇവിടെ വേറെ ഒന്നും മേടിക്കണില്ല. ഇത് മാത്രം. നേരത്തെ പശുവിന്റെ കുറെ നടക്കാൻ സമയമുള്ളൂ. പുല്ലരിയാനും കൊണ്ട് കെട്ടാനും പാടത്തേക്കൊക്കെ ഞാൻ ഓടും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ രാവിലെ കറവ് കഴിഞ്ഞാ ഇവർക്ക് ഇത് ഇട്ട് കൊടുത്തു, ഇവരത് തിന്നു വെള്ളം കുടിച്ചവിടെ കിടന്നു. നമ്മുടെ സമയം ഫ്രീ ആയി. പിന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ച് പുല്ലരിയണെങ്കിൽ പുല്ലരിഞ്ഞു വൈക്കോലിട്ട് കൊടുത്തു. പക്ഷെ ഇത് കൊടുത്തിട്ട് പാലിന് വേണ്ടിട്ട് ഇനി പുല്ലരിഞ്ഞ് തിക്കുന്നവർക്ക് അങ്ങനെയുള്ളത് ഇല്ല. ചെയ്യാൻ പറ്റുന്നുണ്ട്. പണിക്കാരൊന്നും വേണ്ട. നമുക്ക് എത്ര പശുക്കളാണ് ഇവിടെ? ഇപ്പൊ 4 വലിയ പശുക്കള്, 3 കറക്കണത്, ഒരെണ്ണം ഒരു 5 മാസം ചനിയുള്ളത്, ഒരു 3 കുട്ടികൾ മാറ്റി കെട്ടികളെ വരുന്ന ഒരു കാര്യം കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. 4 പശുക്കളേ ഉള്ളൂ. കണ്ടില്ല, ഇതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത്. നമുക്കൊരു വീട്ടമ്മയല്ല, നമുക്ക് ആവശ്യത്തിന് സമയമാണ് ഈ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. റൂമിൽ വേറെ നമുക്കറിയാലോ, ഒരു പശുവാന്ന് പറയുമ്പോൾ ചിലർ പറയാറ് നമുക്ക് പശു ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടുണ്ടെങ്കിൽ വേറെ ഒരു പരിപാടിക്കും പോകാൻ പറ്റത്തില്ല. രാവിലെ കറവ, പിന്നെ തീറ്റ, അല്ലാതെ ഉച്ചയ്ക്ക് കറവ, എല്ലാം അതിനൂടെ തന്നെ അല്ലെ. വരുമാനം ഉണ്ട്, പക്ഷെ നമുക്ക് സമയം റെസ്റ്റൊക്കെ ഒരു സമയം. ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് വന്ന് തോന്നി ഈ ഒരു സംഭവം ആന്റി പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഗുണങ്ങൾ അറിയാലോ. ഈ ട്രൂമിൽ TMR കൊടുക്കുമ്പോൾ നമുക്ക് ദഹനം കറക്റ്റ് ആയിട്ട് പശു, അപ്പൊ തന്നെ ദഹനം കറക്റ്റ് ആയി തന്നെ പശുവിന്റെ പകുതി കൂടുതൽ പ്രശ്നങ്ങളും തീർന്നു അല്ലെ? അപ്പൊ അങ്ങനെ പലവിധ ഗുണങ്ങളാണ് ഈ ഒരു ട്രൂമിൽ TMRനുള്ളത്. അപ്പൊ ആന്റിയുടെ എക്സ്പീരിയൻസ് ആണ് പുള്ളിക്കാരി പറഞ്ഞത്. പിന്നെ നമുക്ക് പാലിന് എന്തെങ്കിലും നമുക്ക് നേരത്തിനെക്കാൾ എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞപ്പോ ഫാക്ട് നന്നായിട്ടുണ്ട്, നല്ല കട്ടിയുള്ള പാലാണ്. ഇപ്പൊ എല്ലാരും പാല് ചോദിക്കും, പറയണ്ട് ഇപ്പൊ നല്ല പാലാണല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ ഓരോ തീറ്റകൾ മാറുമ്പോ ഞാൻ എപ്പോഴും അവരുടെ അടുത്ത് പറയാറുണ്ട്, തീറ്റ മാറുമ്പോ വേറെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ പാലിന് ചിലപ്പോ ഇത്തിരി ഫാക്ട് കുറഞ്ഞു, കനം കുറഞ്ഞു ഒക്കെ വരും. ഇപ്പൊ 2-3 മാസമായിട്ട് ഒന്നിച്ച് നല്ല പാലാണല്ലോ എന്ന് പറഞ്ഞു. അവിടെ പൊട്ടിക്കുമ്പോ ഇവർക്ക് മനസ്സിലായി അവിടെ തീറ്റ എടുക്കണുണ്ടെന്ന്. അപ്പൊ ഇവിടെ തുടങ്ങും. ഇപ്പൊ ഒത്തിരി വൈകിട്ട് കൊടുത്താലും, ഒരു ദിവസം കൊടുത്തില്ല 2 ദിവസം കൊടുത്തില്ലെങ്കിലും പാലിന് പ്രശ്നങ്ങൾ വരുന്നില്ല. നമുക്ക് കിട്ടുന്ന പാല് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് തിന്നു കഴിഞ്ഞാൽ വയറൊക്കെ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിട്ട് നമ്മള് ഒഴിവുള്ളപ്പോ പോയി പുല്ലരിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ കൊടുക്കും. അല്ലാണ്ട് ഇപ്പൊ പാലിഞ്ഞ് ഇതിന്റെ മേലെ പുല്ല് കൊടുക്കണല്ലോ എന്നുള്ളൊരു ടെൻഷനില് ഉള്ള പരിപാടി നമുക്ക് ഈ ഒരു ട്രൂമീൽ TMR നിങ്ങൾക്ക് നമ്മുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് അത് നമ്പർ ഉണ്ട്. നമ്മുടെ മണ്ണൂത്തി തന്നെ വേറെ ഗോഡൌൺ ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയും പരീക്ഷിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു തീറ്റ ഒന്ന് പരീക്ഷ നോക്കൂ. കണ്ടോ, പുള്ളിക്കാരനെ പോലെ ആദ്യം ഒന്ന് അമ്മയൊന്ന് റോണിച്ചേട്ടൻ വന്ന് അമ്മയൊന്ന് ലാസ്റ്റ് ആയിട്ട് ഇതുവരെ പരീക്ഷ നോക്കുക. അങ്ങനെ നിർത്തേണ്ട അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലേ, അങ്ങനെ ആയ ഒരു ആന്റിയാണിത്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ പശു വളർത്തൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, തീറ്റയുടെ പ്രശ്നങ്ങളോ തീറ്റ ചെലവിന്റെ പ്രശ്നങ്ങളുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നല്ല പാലിന്റെ കൊഴുപ്പിന്റെ കുറവുണ്ടെങ്കിലോ, അല്ലെന്നുണ്ടെങ്കിൽ ദഹന പ്രശ്നം ഉണ്ടെങ്കിലോ, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ പശുക്കൾക്കോ പശുവാമിലോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു TMR. മറ്റുള്ള ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള തീറ്റുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല റിസൾട്ട് ആണ്. നിങ്ങൾ ഒന്ന് പരീക്ഷ നോക്കുക, ഉറപ്പായിട്ട് ഇത് നിങ്ങൾ എല്ലാ തീറ്റും പരീക്ഷണം തന്നെയായിരുന്നു. കാരണം ഒരു തീറ്റല്ല, അതിപ്പോ നമ്മള് വരുമ്പോ എല്ലാവരും പരീക്ഷിക്കണം. അത് നല്ലതെന്ന് പറയുമ്പോ അങ്ങോട്ട് ഓടി കൊടുക്കുമ്പോ ഹാപ്പി ആയിട്ട് നിക്കണം. കാരണം വെച്ചാ കുറച്ച് ടെൻഷൻ കുറവാ നമുക്ക്.
അപ്പോൾ നിങ്ങളെ വീട്ടന്മാരോ അങ്ങനെയുള്ള എന്തെങ്കിലും വീട്ടന്മാർക്കായാലും ഏറ്റവും ഗുണം എനിക്കൊന്ന് വീട്ടന്മാർക്കാണ്. നമ്മുടെ വീട്ടിൽ നടക്കും പശുവിനൊക്കെ സിമ്പിളായിട്ട് 4-5 പശുവിനെ സിമ്പിളായിട്ട് വളർത്താൻ പറ്റും. വീഡിയോക്കകത്ത് നമ്പറുണ്ട്, നമ്മൾ എവിടെ ആയാലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂരിലുള്ളവർ നമ്മുടെ മണ്ണുത്തിൽ എൻ്റെ ഗോഡൗണുണ്ട്. ബാക്കിയുള്ള ജില്ലക്കാർ വീഡിയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതാത് സ്ഥലം നമുക്ക് ഓരോരുത്തരും നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്ത് സാധനം നിങ്ങളെ ഫാമിൽ എത്തിക്കുന്നതായിരിക്കും.